ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമൂസ് തക്കൻ. അപ്പോൾ അത്താഴത്തിനൊക്കെ എണീറ്റതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് കുറച്ച് പുട്ടൊക്കെ ഉണ്ടാക്കാനാണ്. അങ്ങനെ ഞാൻ എന്താ പുട്ടൊക്കെ മാവൊക്കെ നനച്ച് വെച്ച് പുട്ടിനൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് ചായ ഉണ്ടാക്കാനാണ്. അതിനുവേണ്ടി പാലൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുട്ടുണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് മക്കൾ പറഞ്ഞത് പുട്ട് വേണ്ട, അവിൽ മതി എന്നൊക്കെ കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് അവിലൊക്കെ എടുത്ത് അതിൽ തേങ്ങയൊക്കെ ഇട്ട് 2 ചെറുപഴമൊക്കെ ഇട്ട് കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് അതും കൂടെ ഒന്ന് കുഴച്ചങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുട്ടൊക്കെ തിന്ന് മതിയായപ്പോൾ അവിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മതിമാ പറഞ്ഞു. ഇപ്പോൾ 3-4 ദിവസമായിട്ട് ഇപ്പോൾ അവിലിനോടാണ് കേട്ടോ അവർക്ക് കമ്പം കൂടുതൽ. അങ്ങനെ എന്നിട്ട് കുറച്ച് പുട്ടും ഉണ്ടാക്കി അവിലും നനച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അത്താഴം കഴിക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന കമൻറ്റിനും ലൈക്കിനും എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും അതേപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ എനിക്ക് ഉണ്ടാവണം. അങ്ങനെ ഇതാ പുട്ടുണ്ടാക്കി അവിൽ നനച്ചു, ചായ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കട്ടൻ ചായ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിലിൻ്റെ കൂടെ കഴിക്കാൻ കട്ടൻ ചായയാണ് ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ കുറച്ച് കട്ടൻ ചായയും കൂടെ വെച്ച് കൊടുത്തു. അധികം മധുരമൊന്നും ഇല്ലാണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞു. ഇത് പിന്നെ ഇന്ന് നോമ്പ് തുറക്കാൻ വൈകുന്നേരത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ കുറച്ച് കറി വയ്ക്കാനാണ് കേട്ടോ. ഉരുളക്കിഴങ്ങുണ്ട്, അതൊന്ന് കറി വയ്ക്കാനാണ്. അത് വറുത്തരച്ച് കറി വയ്ക്കാനാണ് കേട്ടോ. അപ്പോൾ തേങ്ങ, അതിൽ കുറച്ച് കറിവേപ്പില, ചെറിയുള്ളി, പിന്നെ വെളുത്തുള്ളി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടി ഇട്ട് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് വറുത്തെടുക്കാനാണ് കേട്ടോ. ഇന്ന് പിന്നെ ചായക്ക് പ്രത്യേകിച്ച് പലഹാരമൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ. അപ്പോൾ ഇന്നൊരു ചട്ടിപ്പത്തിരി ഉണ്ടാക്കാം എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഞാനത് ഇതുവരെ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല, ആദ്യമായിട്ടാണ് കേട്ടോ അത് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ അത് അവിടെ തേങ്ങയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ വറുത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന പണി നോക്കണം. അത് കഴിഞ്ഞിട്ട് ഞാനിനി കറി വയ്ക്കുള്ളൂ. അതിന് മുമ്പ് തന്നെ ഈ തേങ്ങയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ചട്ടിപ്പത്തിരിക്കുള്ള ചപ്പാത്തി കുറച്ച് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദമാവൊക്കെ എടുത്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് പച്ചവെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ച് സോഫ്റ്റാക്കി വെക്കാനാണ്. അപ്പോൾ ഈ പണികൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ മാവൊക്കെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. അതിന് ശേഷമാണ് പിന്നെ അതിനുള്ള മസാല ഉണ്ടാക്കലൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് ആദ്യമായിട്ട് ഞാൻ ട്രൈ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഒരു ടെൻഷനൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ലപോലെ കിട്ടുകയൊക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ മാവൊക്കെ കുഴച്ച് അവിടെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് സബോളയൊക്കെ ഒന്ന് മുറിച്ചെടുക്കണം മസാലയ്ക്കുള്ളത്. പിന്നെ 2 കോഴിമുട്ടയൊക്കെ ഞാൻ പുഴുങ്ങാനിട്ടിട്ടുണ്ട്. അപ്പോൾ മുട്ട വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത്. ചിക്കൻ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടും അങ്ങനെ എന്ത് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെ ചിക്കനും ബീഫൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ 2 മുട്ട പുഴുങ്ങിയിട്ട് ആ മുട്ട വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അങ്ങനെ കുറച്ച് സബോളയൊക്കെ എടുത്തു, അതുമൊക്കെ ഞാൻ ചെറുതാക്കി മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി ഒന്നും ഇട്ട് കൊടുക്കണില്ല കേട്ടോ, സബോള മാത്രം ഇട്ടിട്ടുള്ള ഒരു മസാലയാണ്. അങ്ങനെ ഒരു 3 കോഴിമുട്ട അത് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം കേട്ടോ. ചെറുതായി കട്ട് ചെയ്തിട്ട് മസാലയിൽ ഇട്ടിട്ട് ഇളക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനത് 3 മുട്ടയൊക്കെ എടുത്ത് ഒന്ന് കട്ട് ചെയ്ത് വെച്ചു കേട്ടോ. പിന്നെ അതിനുള്ള മസാല വേഗം റെഡിയാക്കാനാണ്. ഇപ്പോൾ ഗ്യാസിൽ തന്നെയാണ് കേട്ടോ എല്ലാം ചെയ്യുന്നത്. നോമ്പ് തുറക്കേണ്ട ടൈമൊക്കെ ഏകദേശം ആകാറായി. അപ്പോൾ ഞാൻ എല്ലാം ഗ്യാസിൽ തന്നെയാണ് കേട്ടോ പെട്ടെന്നൊക്കെ ചെയ്തെടുക്കുന്നത്. വൈകുന്നേരം ആകുമ്പോഴേക്കും ചോദിക്കും ഇന്നെന്താണ് എന്നൊക്കെ കേട്ടോ. അപ്പോൾ നമുക്കും ആ സമയം ആകുമ്പോഴേക്കും എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ ഭയങ്കര ഒരു ടെൻഷനൊക്കെയാണ്. ഇത് പിന്നെ ഞാൻ ചപ്പാത്തി വരുത്തുന്ന ഒരു ഷീറ്റാണ് കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് നല്ലൊരു കംഫർട്ടബിളായി തോന്നി. ഞാൻ പിന്നെ അതൊന്ന് മേടിച്ചു. നമുക്ക് ഇങ്ങനെ ചപ്പാത്തി പലകയിലൊക്കെ ചപ്പാത്തി വരുത്തുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്ന പോലെയൊക്കെ തോന്നും. പക്ഷെ ഇത് അങ്ങനെയൊന്നും അല്ലാട്ടത് കൗണ്ടർ ടോപ്പിൽ നമ്മളിങ്ങോട്ട് വിരിച്ചിട്ട് അതങ്ങനെ അവിടെ അങ്ങനെ ഒട്ടി അങ്ങോട്ട് ഇരിക്കും കേട്ടോ. നമുക്ക് മാവ് കുഴച്ചെടുക്കുക, പത്തിരി മാവ് കുഴച്ചെടുക്കുക, ചപ്പാത്തി മാവ് കുഴച്ചെടുക്കുക, പരത്താനൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനിത് 1-2 വീഡിയോയിലൊക്കെ കണ്ടപ്പോൾ ഞാൻ പിന്നെ അതുപോലെ ഞാൻ മീഷോന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് കൗണ്ടർ ടോപ്പ് ഇത്തിരി കഴുകാനൊക്കെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ ഈ ഷീറ്റ് ഇട്ടിട്ട് പരത്തിയെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഷീറ്റ് കഴുകി ഉണക്കി വയ്ക്കുകയും ചെയ്യാം. പിന്നെ അവിടെ ഒരുപാട് നേരം വൃത്തിയാക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ. അങ്ങനെ ഞാനിത് ഒരു 6-7 ചപ്പാത്തിയൊക്കെ അങ്ങോട്ട് പരത്തിയെടുത്തിരുന്നു കേട്ടോ. അപ്പോൾ റൗണ്ടിലാണ് വരേണ്ടത്. എനിക്കങ്ങനെ റൗണ്ട് ഷേപ്പിലൊന്നും കിട്ടില്ല. ഞാൻ എപ്പോൾ ചപ്പാത്തിയും പത്തിരി എന്ത് പരത്തുകയാണെങ്കിലും ഇതുപോലെ ഇന്ത്യൻ്റെ ഭൂപടം പോലെയൊക്കെ വരും കേട്ടോ.
ഇന്ത്യൻ്റെ മേപ്പ് പോലെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് അങ്ങോട്ട് പൊള്ളിപ്പിക്കാൻ പാടില്ല, 2 സൈഡും ഒന്ന് ചൂടായാൽ മാത്രം മതി കേട്ടോ. പെട്ടെന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ച് കൊടുത്തെടുക്കണം. അങ്ങനെ ചപ്പാത്തിയൊക്കെ ചുട്ടെടുത്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനൊരു കുക്കറിലാണ് ഇത് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ കുക്കർ ഞാനിതിന് മുൻപ് ഇങ്ങനെയുള്ള ഐറ്റംസിനൊന്നും ഉപയോഗിച്ചിട്ടൊന്നുമില്ല. സാധാരണ ഇവിടെ കറികളൊക്കെ വെക്കും, വല്ല ഉപ്പേരി വെക്കും, അതിന് മാത്രമേ എടുക്കുള്ളൂ, ചോറ് വെക്കാനൊക്കെ കേട്ടോ. എല്ലാത്തിനും കൂടെ ആകെ ഒരു കുക്കർ തന്നെ ഉള്ളൂ. അപ്പോൾ അത് 2 കോഴിമുട്ട ഉടച്ചൊഴിച്ച് വെച്ചിട്ടുണ്ട്. അതിലൊരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സമയം നമ്മുടെ കയ്യിൽ കുരുമുളക് ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ, കുരുമുളക് പൊടി. അപ്പോൾ ഞാൻ അതൊന്നും ചേർത്ത് കൊടുക്കണില്ല. അങ്ങനെ ഇതൊന്ന് ഒരു ചപ്പാത്തി എടുത്തിട്ട് ആ മുട്ടൻ്റെ മിക്സിൽ അങ്ങോട്ട് മുക്കിയെടുത്തതാണ് കേട്ടോ. എടുത്തിട്ട് ഈ കുക്കറിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ കുക്കറിലൊക്കെ നല്ലപോലെ ഓയിലൊക്കെ ഞാൻ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം കുറച്ച് ഈ മുട്ടൻ്റെ മസാല ഉണ്ടല്ലോ, അത് അതിൻ്റെ സെൻറ്ററിലാക്കി ഇട്ട് കൊടുക്കണം കേട്ടോ. ചുറ്റുമൊന്നും ആക്കി ഇട്ട് കൊടുക്കരുത്, അരികത്തൊന്നും പോകരുത്, നടുവ് ഭാഗത്ത് മാത്രം മതി കേട്ടോ. അതേപോലെ തന്നെ അടുത്തൊരു ചപ്പാത്തിയും കൂടെ എടുത്തു, അതും ഇതേപോലെ മുട്ടൻ്റെ ടിപ്പിൽ നല്ലപോലെ മുക്കിയെടുത്തു. എന്നിട്ട് അതിൻ്റെ മീതെ വെച്ചു. അതിൻ്റെ മീതെ എന്നിട്ട് വീണ്ടും മസാല ഇട്ടു കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ തന്നെ ചെയ്താൽ മതി. ഒന്നില്ലേ മസാല കഴിയണവരെ അല്ലെങ്കിൽ ചപ്പാത്തി കഴിയണത് വരെ അല്ലേ. അപ്പോൾ എനിക്ക് ചപ്പാത്തിയൊക്കെ പിന്നെ ഒരു 3-4 ബാക്കിയുണ്ടായിരുന്നു, മസാലയൊക്കെ പെട്ടെന്ന് തീർന്നു പോയിട്ടോ. അപ്പോൾ ബാക്കിയുള്ള മിക്സ് ഞാൻ അങ്ങനെ ഇതിൻ്റെ മീതെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചിട്ടിട്ട് വീണ്ടും ഒന്ന് വേവിക്കണം. അപ്പോൾ കുക്കറിൽ നിന്ന് എടുക്കുമ്പോൾ സമയം ആവാറായിട്ട് ഒന്ന് ധൃതി പിടിച്ചെടുത്തപ്പോൾ കുറച്ച് അടിഭാഗം ലേശം ഒന്ന് അവിടെ ഒട്ടിപ്പിടിച്ച പോലെയായിട്ടോ. അപ്പോൾ അത് കുക്കറിൻ്റെ കേടാണോ നമ്മളിങ്ങനെ പിടിച്ച് വലിച്ചെടുത്ത കേടാണോ അതൊന്നും അറിയില്ല. എന്നാലും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, സംഭവം അടിപൊളിയായിട്ടുണ്ട്. ചട്ടിപ്പത്തിൽ തിന്നാൻ കേട്ടോ. അപ്പോൾ എൻ്റെ കുട്ടികൾ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്, അവരും പറഞ്ഞു നന്നായിട്ടുണ്ട് എന്നിട്ട്, അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇത് സ്വീറ്റായിട്ടും ഉണ്ടാക്കും ചട്ടിപ്പത്തിരിയിലെ ചിലർ. അപ്പോൾ ഇവിടെ മധുരമുള്ളതൊന്നും ഉണ്ടാക്കിയില്ല, കാരണം നോമ്പ് തുറന്നതും ഈ മധുരമുള്ളത് കഴിക്കുമ്പോൾ അത്ര ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അയാൻകുട്ടി ഇങ്ങനെ എൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതൊന്നൊരു ചെറിയ പീസ് മുറിച്ചിട്ട് അയാൻകുട്ടിക്ക് കൊടുത്തോട്ടോ. അവൻ വെറുതെ ഇത് കണ്ടപ്പോൾ അവൻ കേക്ക് വേണം എന്ന് പറഞ്ഞിട്ടാണ് അടുക്കളയ്ക്ക് വെറുതെ ഓടി വരുന്നത്. അപ്പോൾ ആ ചട്ടിപ്പത്തിരിയൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തിരിച്ചിട്ടിട്ട് കുറച്ച് നേരം കൂടി മറു സൈഡ് ഒന്ന് മൊരിയാൻ വേണ്ടി വെച്ചതും എനിക്കൊരു ഫോൺ കോൾ വന്നു. അതിലങ്ങനെ ഞാൻ മറന്നു പോയിട്ടാ. എന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ലപോലെ കിട്ടി. കുറച്ചൊരു ക്രിസ്പി ആയിരുന്നുള്ളത് മുകൾ ഭാഗം മാത്രം. അപ്പോൾ കുട്ടികൾ ആ മുകൾ ഭാഗത്തെ ആ ലീഫ് ഇങ്ങോട്ട് മാറ്റിയിട്ടാണ് അവർ കഴിച്ചത് കേട്ടോ. പിന്നെ അത് അടുത്തത് ഉരുളക്കിഴങ്ങ് കറി വയ്ക്കാനാണ്. അപ്പോൾ തേങ്ങയൊക്കെ വറുത്തരച്ച് വെച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് പണി ഒതുങ്ങിയ പോലെയാണ് അല്ലേ. അപ്പോൾ അത് കുറച്ച് കിഴങ്ങൊക്കെ എടുത്ത് അതിന് തൊലിയൊക്കെ കളഞ്ഞ് മുറിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സബോള, പച്ചമുളക്, തക്കാളി ഇട്ടാ. അപ്പോൾ ഇങ്ങനൊരു കിഴങ്ങ് കറി വെച്ചാൽ ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കറി വെച്ചാൽ ഇവിടെ ചോറിനും പലഹാരത്തിനും എന്തിനാണെങ്കിലും ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനിത് കിഴങ്ങ് കറി വെക്കാൻ വേണ്ടി നോക്കിയപ്പോൾ എണ്ണ കഴിഞ്ഞു. പിന്നെ ഇവിടെ നിന്ന് അടുത്തുനിന്ന് കടയിൽ നിന്ന് മേടിക്കാൻ പറഞ്ഞാൽ ഞായറാഴ്ചയാണ്, ഉച്ചയ്ക്ക് ശേഷം കട തുറക്കില്ല. മാത്രമല്ല നല്ല മഴക്കാറും ഇടിവെട്ടലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു എളുപ്പപ്പണിയാക്കി ഞാൻ കുക്കറിൽ മുറിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ടു, കുറച്ച് സബോള, പച്ചമുളക്, തക്കാളി, കറിവേപ്പില, ഗരം മസാലപ്പൊടി, കുറച്ച് ലേശം മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ഇട്ട് ഒരൊറ്റൊരു വിസിലടിച്ചു കേട്ടോ. എന്നിട്ടത് വിസിൽ വന്നതിന് ശേഷമാണ് തേങ്ങ ഒഴിക്കുന്നത്. അപ്പോൾ അതൊക്കെ നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നോമ്പ് തുറക്കാൻ സമയമായപ്പോൾ ഞങ്ങളെല്ലാം ഒന്ന് താഴെ വന്നിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ താഴെ ഇരുന്നിട്ടാണ് എപ്പോഴും നോമ്പൊക്കെ തുറക്കണത് കേട്ടോ. പിന്നെ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ കൂട്ടാൻ വെക്കുന്ന പണിക്കൊക്കെ നിന്നത്. അപ്പോൾ അതൊരു വിസിലിട്ട് വേവിച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്തൊക്കെ കിട്ടി. അതിന് ശേഷം അരപ്പൊക്കെ അതിൽ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി കറിയായിരുന്നു, കുട്ടികൾക്കും എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഉരുളക്കിഴങ്ങ് കൊണ്ട് ഇതുപോലെ വെക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വറുത്തരച്ച് വെച്ച് നോക്കിക്കോളൂ, എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ 4-5 ദോശ ഞാൻ മൈദമാവ് എടുത്തിട്ട് പെട്ടെന്ന് ചുട്ടു കൊടുത്തിരുന്നു കേട്ടോ. എന്തായാലും കുട്ടികൾ അതും കൂടെ കഴിച്ചോട്ടെ എന്ന് കരുതിയിട്ട്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.